20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരന്മാരിൽ ഒരാളായ ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. നെവർ റിസിൽ വിത്ത് പിഗ്സ്, യു ബോത്ത് ഗെറ്റ് ഡേർട്ടി ആൻഡ് ദ പിഗ് ലൈക്സ് ഇറ്റ്. പന്നികളോട് ഗുസ്തി പിടിക്കരുത്. ഗുസ്തി പിടിച്ചാൽ രണ്ടുപേരും നാറും. പന്നി അതാണ് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. വിമർശനം നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ചുരുക്കം ചില വിമർശനങ്ങൾ മാത്രം നേർവഴിക്ക് നയിക്കുന്നതിന് ഉതകുന്ന വഴി വെളിച്ചമാകും. എന്നാൽ മിക്ക വിമർശനങ്ങളും വിമർശകരുടെ ജാള്യം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ആയുധമായിരിക്കും. അത്തരക്കാർക്ക് ഉത്തരം നൽകാൻ സമയം കളയുകയേ ചെയ്യരുത്. മരത്തിലിരിക്കുന്ന പക്ഷി ഒരിക്കലും കൊമ്പൊടിഞ്ഞു വീഴുമെന്ന് ഭയപ്പെടാറില്ല. എന്താണ് കാരണം എന്നറിയാമോ? ഇരിക്കുന്ന കൊമ്പിലല്ല, സ്വന്തം ചിറകിലാണ് പക്ഷിയുടെ വിശ്വാസം. ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ആത്മവിശ്വാസമാണ് ജീവിതത്തിന്റെ കാതൽ. അതൊരിക്കലും കൈവിടാതിരിക്കും. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് നമ്മുടെ റിപ്പോർട്ടർ TV-യിലെ സ്മൃതി പരുത്തിക്കാട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് കേട്ടത് സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് പോലെ തോന്നിയില്ലേ നിങ്ങൾക്ക്? അവരൊരു പക്ഷേ അത് അവരോട് തന്നെ പറഞ്ഞതാണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. കാരണം ഈ അനുഭവം, ഈ റീസെൻ്റായി ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം മനസ്സിനെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. അതോ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി തനിക്ക് നേരെ നടത്തുന്ന ഈ സൈബർ അറ്റാക്ക് നടത്തുന്നവരോട് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം അതിലെ ആ ഒരു കിളിയുടെയൊക്കെ കഥ പറയുന്നുണ്ടല്ലോ. ആ കിളി മരച്ചില്ലയിലിരിക്കുന്ന കിളിയുടെ വിശ്വാസം തൻ്റെ ചിറകുകളിലാണ്, അല്ലാതെ ആ ചില്ലകളിലല്ല എന്ന് പറയുന്നത് അത് അവരുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കണക്കിലെടുക്കണം. അത് തീർച്ചയായും വളരെ പ്രസക്തമായ കാര്യമാണ്. ലോകപ്രശസ്തനായ കഥാകാരൻ ജോർജ് ബെർണാഡ് ഷാ എഴുതിയ ആ 2 പന്നികളുടെ കഥയൊക്കെ വളരെ വളരെ പ്രസക്തമാണ്. കാരണം ഈ പന്നികളോട് മല്ലടിക്കാൻ പോരുത്, നാറും എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഈ വിമർശകരെ ഉദ്ദേശിച്ചത് തന്നെയായിരിക്കാം. അവർക്ക് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയായിരിക്കാം ഉദ്ദേശിച്ചത്. വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരു ചെറിയ കുറിപ്പ് അയച്ചിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: സ്മൃതി രാഷ്ട്രീയം പറഞ്ഞതല്ല വിഷയം, ചൂരൽമലക്കാർ നാടകം നടത്തി എന്ന് പറയരുതായിരുന്നു. അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആയിരുന്നില്ല എന്നാണ് അവർ പിറ്റേ ദിവസം വിശദീകരിക്കുമ്പോഴും പറയുന്നത്. സർക്കാർ ആ ടൗൺഷിപ്പ് ഉണ്ടാക്കിയത് സർക്കാർ നേട്ടമായി പലതവണ പറയുന്നതാണ് സ്മൃതിക്ക് ഇഷ്ടപ്പെടാത്തത്. പോരാത്തതിന് ഈ തരത്തിലുള്ളൊരു നാടകവും. ഇതിന് ഒരു മറുവശമുണ്ട്. കോൺഗ്രസ് പാർട്ടി ഓഫർ ചെയ്ത വീടുകളൊന്നും പണിതു കൊടുത്തില്ലല്ലോ. അതിനെതിരെ സഖാവ് സ്വരാജ് തൊടുത്തുവിട്ട ശവന്തൂക്കികൾ എന്നൊരാക്ഷേപവും ഒരു 30 മുക്കോടി എന്നൊരു ഗാനവും വല്ലാത്ത ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടാക്കി. അത് UDFൻ്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്ക സ്മൃതിക്കുണ്ടായിരുന്നിരിക്കണം. അതിനിടെയാണ് കൂനുമേൽ കുരു എന്ന പോലെ ഈ ഒരു സംഭവവും ഉണ്ടാകുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് 10-13 പേരടങ്ങുന്ന ചൂരൽമലയിലൊരു സംഘം മുഖ്യമന്ത്രിയെയും റവന്യൂ മിനിസ്റ്റർ രാജനെയും കാണാൻ പോകുന്ന സംഭവം. ആ സംഭവത്തെയാണല്ലോ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് എന്ന അവതാരക ഈ വിധത്തിൽ നാടകമാണെന്ന് അധിക്ഷേപിച്ചത്. പിണറായി ഭരണം അവസാനിക്കണമെന്ന് അതികഠിനമായി ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് സ്മൃതിയെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. ആ ഒരു വികാര തള്ളിച്ചയായിരിക്കാം സ്മൃതിയെ വാവിട്ട ഒരു പ്രയോഗത്തിലേക്ക് നയിച്ചത്. പക്ഷെ പിറ്റേ ദിവസവും അവർ അവരുടെ നിലപാടിൽ നിന്ന് മാറുകയോ ആ പ്രയോഗം പിൻവലിക്കുകയോ ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പകരം അവർക്ക് നേരെ നടന്ന സൈബർ അറ്റാക്കിലുള്ള അവരുടെ പ്രതിഷേധം അല്പം നാടകീയത കലർത്തി അറിയിക്കുകയാണ് ഉണ്ടായത്. ഒരു സർക്കാർ ഒരു നല്ല കാര്യം ചെയ്താൽ അതൊരു 100 വട്ടം പൊതുജനങ്ങളെ അറിയിക്കുന്നത് സർക്കാരിൻ്റെ കടമയാണ്, അവകാശമാണ്. സർക്കാർ ചെയ്യുന്നത് ഔദാര്യമല്ലെങ്കിലും ചെയ്യുന്ന ഓരോന്നും ഇച്ഛാശക്തിയുള്ള, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരിൻ്റെ ലക്ഷണങ്ങളാണ്. ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിക്കുക എന്നത് ജനാധിപത്യത്തിൽ ഒരു വലിയ അടയാളമാണ്. സ്മൃതി ആരാധിക്കുന്ന നേതാക്കൾക്കും പാർട്ടിക്കും ഇല്ലാത്തതും അത് തന്നെ. അതിപ്പോൾ എന്താണ് ഇവിടെ സൂചിപ്പിച്ചത് എന്ന സുഹൃത്ത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് പാർട്ടി മിക്കവാറും സ്മൃതി പരുത്തിക്കാട് UDFനെയും കോൺഗ്രസിനെയും അനുകൂലിച്ച് അവർക്ക് വേണ്ടി വീറോടെ വാദിക്കുന്ന ഒരാളാണ്. അങ്ങനെ വാദിക്കുന്നതിന് ഇടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ കൊടുക്കാമെന്ന് തറക്കല്ലിട്ട് വലിയ ആഘോഷപൂർവ്വം നടത്തിയ വീട് അവിടെ കെട്ടാൻ പോകുന്നില്ലെന്നും ഒരു വീട് പോലും വെച്ചില്ലെന്നും അത് കെട്ടാനുള്ള പണമില്ലെന്നും
സണ്ണി ജോസഫ് പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷം സ്വരാജ് ഒരു പത്രസമ്മേളനം നടത്തി അതിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ഒരു മാറ്റമുണ്ടാക്കിയോ എന്ന് സംശയം സ്മൃതിക്ക് തോന്നിക്കാണണമെന്നാണ് സുഹൃത്ത് ഉദ്ദേശിച്ചത്. കാരണം ആ ശവം തൂക്കികൾ എന്ന പ്രയോഗം കേരളം ആകെ ഏറ്റെടുത്തതായി പൊതുജനത്തിന് ഒരു ചെറിയ വിശ്വാസമുണ്ട്. അതൊരു പക്ഷേ സ്മൃതിക്കും തോന്നിക്കാണും. അതിൻ്റെ കൂടെ ഒരു പാട്ടും വന്നു. പഴയ നമ്മുടെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ആ ഒരു അയ്യപ്പൻ്റെ പാട്ട് വന്നുവല്ലോ. ഓറ്റിയെ കയറ്റിയേ സ്വർണ്ണം ചെമ്പായി മാറ്റിയേ എന്ന് തുടങ്ങിയൊരു പാരഡി ഗാനം നമ്മുടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായതാണ്. അത് UDF അതിഗംഭീരമായി ഉപയോഗിച്ചതാണ്. ആ ഗാനം ഇടതുപക്ഷത്തിൻ്റെ വലിയ പരാജയത്തിന് കാരണമായി എന്ന് കേരള രാഷ്ട്രീയം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലൊരു പാട്ട് LDF ഇത്തവണ തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ അവസാന ലാപ്പിൽ ഉപയോഗിച്ചു എന്നാണ്. 30 മുക്കോടി എന്ന് തുടങ്ങുന്നത്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് ഇതല്ലേ, വയനാട്ടിലെ വീടിന എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തൊരു പൈസയാണല്ലേ. ഫണ്ട് വീട് 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ. ഫണ്ട് വീട് 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ. ഈ പാട്ട് കൂടെ ഹിറ്റായപ്പോൾ UDFിൻ്റെ സാധ്യതയെ അത് വല്ലാതെ ബാധിച്ചിരിക്കുമോ എന്നൊരാശങ്ക ഇവരിലൊക്കെ ഉണ്ടാക്കിയിരിക്കാം. അത് സ്വാഭാവികമായും സ്മൃതി പരുത്തിക്കാടിലും ഉണ്ടായിരിക്കാം. അതൊക്കെ ആയിരിക്കാം അവരെ ഈ തരത്തിൽ ഇതൊരു നാടകമായിരുന്നു എന്നൊക്കെ പറയാൻ പ്രേരിപ്പിച്ചത്. സാധാരണ നിലയിൽ LDFിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ് ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറയാറുള്ളത്. അതിവിടെ സ്മൃതി പരുത്തിക്കാട് പറഞ്ഞുപോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച തെറ്റ്. അത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴും അവർ കരുതുന്നില്ല എന്നുള്ളത് അവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ രാഷ്ട്രീയ ബോധം അവരെ നിർബന്ധിക്കുന്നു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ തരമുള്ളൂ. അതെന്തുമാകട്ടെ, അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെ വ്യക്തിപരമായും അവരുടെ കുടുംബത്തെയൊക്കെ ആക്ഷേപിക്കുന്നത് അതിരുവിട്ടതാണ്. അത് നല്ലൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. അവർ പറഞ്ഞ അഭിപ്രായത്തിനോട് വിരുദ്ധ അഭിപ്രായമുണ്ടെങ്കിൽ അത് തീർച്ചയായും പ്രകടിപ്പിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേതും. രാഷ്ട്രീയ നാടകമാണ് എന്നവർ പറയുമ്പോഴും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആ നാടകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ചു പേരെങ്കിലും ആ ദുരന്ത ഭൂമിയിലെ ആ ദുരന്തത്തിന് അടിമപ്പെട്ടവരാണെന്നും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനം അവരോട് കാണിക്കാനുണ്ടെങ്കിൽ അത് നാടകമായി കാണാൻ പാടില്ല എന്നുള്ള ഒരു വിവേകം സ്മൃതി പരുത്തിക്കാടും പുലർത്തേണ്ടതായിരുന്നു എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.